ഇപ്പോൾ ഇനിയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഡ്രഡ്ജറാണ്. ഡ്രഡ്ജർ മാത്രമാണ് അത് എത്രത്തോളം പോസിബിൾ ആണെന്നറിയില്ല. ഡ്രഡ്ജർ വന്നെങ്കിൽ മാത്രമേ, അതായത് ഒരു വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഡ്രഡ്ജർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് അതുള്ളത്. അത് ഡിഫൻസിൻ്റെ കയ്യിൽ ഡ്രഡ്ജർ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് ഡ്രഡ്ജർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് അതുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലുള്ള അണ്ടർ കറണ്ട് അത് കൺട്രോൾ ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അണ്ടർ കറണ്ട് കൺട്രോൾ ചെയ്യാൻ ഈ ഡ്രഡ്ജർ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവിടെ കൊണ്ടുവരിക എന്നുള്ളത് എത്രത്തോളം പ്രാവർത്തികമാണ്, അത് ജില്ലാ ഭരണകൂടവും ഗവൺമെൻറ്റും എത്രയും അതിനുവേണ്ടി ഇത്ര ഇനിഷ്യേറ്റീവ് എടുക്കും എന്ന് നമുക്കറിയില്ല. അതിൻ്റെ ആ ഒരു ആംഗിളിലോട്ട് പോകണം. അതർവൈസ് ഇത് അഭിലാഷ എങ്ങനെ ഇതാകും എന്നുള്ള രീതിയിൽ കാര്യം ഇമ്മീഡിയറ്റായിട്ട് നമുക്കത് കോൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. റീസൺ ബീയിങ് നമ്മളത് സെർച്ച് ഓപ്പറേഷൻ സ്റ്റിൽ റിസൾട്ട് കാണുന്നത് വരെ അത് ചെയ്തേ പറ്റുകയുള്ളൂ. ബിക്കോസ് ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറയുമ്പോൾ അതും ജനറൽ ഇന്ദ്രപാൽ ഹാസ് ഓൾറെഡി ഡിക്ലെയർഡ് ദാറ്റ് ദി മോസ്റ്റ് പ്രോബബിൾ ടാർഗറ്റ്. അത് തന്നെയാണ് നേരത്തെ മുതൽ തന്നെ കുറേ ദിവസങ്ങളായി നേവിയും അതുപോലെ തന്നെ എല്ലാ ഏജൻസികളും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ലൊക്കേഷൻ മോർ ഓർ ലെസ് സെയിമുമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും ആ ഒരു ആംഗിളിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതൊരു ആസ് ഓഫ് നൗ ഇറ്റ്സ് എ ഹിമാലയൻ ടാസ്ക്. ബട്ട് അത് ചെയ്തേ പറ്റുള്ളൂ. ചെയ്യുന്നത് വരെ തീർച്ചയായിട്ടും ഫോഴ്സ് വിഡ്രോ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ആരെയും കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലല്ല ഞാൻ പറയുന്നത്. എല്ലായ്പ്പോഴും ഞാൻ ഈ ഓപ്പറേഷൻ തന്നെ അല്ല, അതായത് ജനറലി എല്ലാവിധ ഓപ്പറേഷനും ബേസിക്കലി വേണ്ടത് ലോക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ ലോക്കൽ പീപ്പിൾസ് കോഓപ്പറേഷൻ, അവരുടെ ഇൻഫർമേഷൻ ഗാദർ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് കിട്ടിയ ഈ വൈറ്റൽ ഇൻഫർമേഷൻ നേരത്തെ ഗാദർ ചെയ്യുമായിരുന്നെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കരയിൽ ഇത്രയും ദിവസം ടൈം വേസ്റ്റ് ചെയ്യില്ലായിരുന്നു. കാരണം ഈ തടി ഒഴുകിപ്പോയിട്ടില്ല, ഒരു തടി കഷ്ണം പോലും കണ്ടിട്ടില്ല എന്നുള്ള ആ ആംഗിളിലായിരുന്നു നമ്മൾ പോയത്. പക്ഷേ മറുകരയിലും അതുപോലെ തന്നെ ഏതാണ്ടൊരു 7-8 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ നദിയുടെ തീരം. അപ്പോൾ നദീതീരത്തുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ നമുക്ക് ഇല്ലാതെ പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അപര്യാപ്തത അവിടുത്തെ. അത് ഞാൻ എല്ലാ ഡിസ്കഷനിലും പറയാറുള്ളതാണ്. അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വില്ലേജേഴ്സ് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ പറയാൻ പറ്റും. ഇതിപ്പം 9ാമത്തെ ദിവസം അല്ലെ 10ാമത്തെ ദിവസമാണ് വില്ലേജേഴ്സ് ഓപ്പണായിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറയുന്നത്. ആ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇന്ന് അത് തടി ഒഴുകിപ്പോയി എന്നും അത് വീണ്ടും 2-3 പാർട്സ് ആകാമെന്നും ഒക്കെയുള്ള ആ ഒരു അസംഷനിലിട്ട് ഇന്നലെ എന്തായിരുന്നു, നമ്മളെല്ലാം വളരെയധികം പോസിറ്റീവായിട്ട് ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു എന്നും അത് തലകീഴായിട്ട് ഫുൾ ആ സിറ്റീസ് എങ്ങനെയാണോ അത് കെട്ടിവെച്ചിരുന്നത് അതുപോലെ തന്നെ ചെളിയിൽ പൂണ്ടിരിപ്പുണ്ടെന്നും ഇന്ന് നമുക്ക് ലിഫ്റ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കുറവ് അത് ഡേ 1 മുതൽ എല്ലാവരും പറയുന്നുണ്ട്, ഈവൻ മീഡിയ പേഴ്സൺസും പറയുന്നുണ്ട്. പബ്ലിക് സപ്പോർട്ട് അവിടെ ആ ഇൻഫർമേഷൻ ഗാദർ ചെയ്യാനുള്ള ഒരു പ്രശ്നം. അവിടെ ഒരു വലിയ ദുരന്തം നടന്നു, അവിടുത്തെ ലൊക്കാലിറ്റിയിൽ പെട്ട ആളുകൾ അതിൽ മരണപ്പെട്ടു. ആ ദുരന്തത്തിന്റെ ഇരകളായിട്ടുള്ള ആളുകളാണ് അതിന് ചുറ്റുപാടുമുള്ളത് എന്ന കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. യെസ്. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന നമ്മൾ ഒരു കാര്യം കൂടി നോക്കണം. അതായത് ഒഴുകിപ്പോകുന്ന നദിയിലെ തടികളെല്ലാം അവർ നോർമലി ജനറലി എല്ലാ മൺസൂൺ സീസണിലും ചെയ്യുന്നത് പോലെ ആയിരിക്കാം അവരത് വലിച്ച് ഒരു സൈഡിൽ കൂട്ടിയിട്ടു. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ടാണ് കുറച്ച് മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. ഇനി ഒരുപക്ഷേ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യാതെ തടികൾ മാറ്റിവെച്ചിട്ടുണ്ടാവും ഭയത്തോടെ. കാര്യം ഞങ്ങൾ പിടിച്ച തടികൾക്ക് വല്ല പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ മാറ്റിവെക്കാനും അങ്ങനെയുള്ള സാഹചര്യവുമുണ്ട്. അപ്പം ഒരുപക്ഷെ ഞാൻ ഇതിനകത്തുനിന്ന് വിഷ്വലൈസ് ചെയ്യുന്നത് കുറേ തടികൾ ഒഴുകിപ്പോയിരിക്കാം, കുറച്ച് ഇപ്പോഴും തലതിരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാം എന്നുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല.